സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെറും 3 പ്രൊഡക്റ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് ഈവൻ പൗഡർ പോലും യൂസ് ആക്കാത്തവിടെ കട്ട് എന്തൊക്കെ ഞാൻ പറയണില്ലേ എന്താ വെച്ചാൽ നമ്മൾ എണ്ണക്കല്ലിൽ നിന്നെ കൊത്തി ആ ഒരു സംഭവം ആവണം. പിന്നെ ഒത്തിരി മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി എന്നാ തോന്നുന്നു. ലൈറ്റ് സോ ലൈറ്റ് അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് കൺവെർട്ട് ചെയ്ത് കൊടുത്ത പോലെ ഉണ്ട്. ഇവിടെ നല്ല രസമല്ലേ ഗൈസ്? എന്താടാ ഭ്രാന്താണ് എനിക്ക്. നമ്മുടെ ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ ഒന്നും ഇല്ല കേട്ടോ, ആകെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിലും 1000 പേരും എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണല്ലോ. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ഐ എം സോ താങ്ക്ഫുൾ ഫോർ എവ്രി വൺ. ഒരു ദിവസം ഞാൻ താങ്കിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടേണ്ട എന്തായാലും, കാരണം ബിക്കോസ് യു നോ there are a lot of people from other countries also who are watching my videos, even they don't know my language. So they always used to ask me, please do one video in English so that we can understand what you're talking about. So ഞാനൊരു ദിവസം ആ വീഡിയോ ഇട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വെറും 3 പ്രൊഡക്റ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് റെഡി ആവാം, എങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാമെന്ന് കാണിക്കുന്നതാണ്. പിന്നെ എൻ്റെ കുറേ ഗൈസ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പറയും എന്തോരം പ്രൊഡക്ട്സാണ് ഉപയോഗിക്കണത് മുഖത്ത്, വെറുതെ അല്ല പൊള്ളി പൊട്ടിയാണില്ലേ എന്നൊക്കെ പറയും. പക്ഷെ നെവർ മൈൻഡ്, എനിക്കത് ഇഷ്ടമാണ് ഈ ഒരു മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതും സ്വന്തമായിട്ട് ചെയ്യുന്നതും പല ഐറ്റംസ് ട്രൈ ചെയ്യണതൊക്കെ. സോ ഐ എം ഡൂയിങ് ദിസ് ഔട്ട് ഓഫ് ലവ്. പിന്നെ ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്, ഇതൊരു ആർട്ടാണ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, എനിക്ക് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ആരെയും ഇതാക്കാനൊന്നും വേണ്ട, ഒരു സെൽഫ് സാറ്റിസ്ഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യണത്. സോ ഇന്ന് 3 പ്രൊഡക്ട്സ് വെച്ച് മാത്രം എങ്ങനെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ പേരെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് ഓരോ വ്ളോഗർമാരുടെ കടയിൽ. ഈവൻ പൗഡർ പോലും യൂസ് ആക്കാത്തവരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എന്താ പറയുക, അതൊരു ഐ മീൻ ഞാൻ പറയുമ്പോൾ അതൊക്കെ ഒരു ചീപ്പായിട്ടുള്ള പൊക്കി പറിച്ചില്ലല്ലേ അത്. പിന്നെ അവരുടെ ഇഷ്ടം കേട്ടോ. പിന്നെന്താ വെച്ചാൽ എന്തൊക്കെ ഞാൻ പറയണില്ലേ, എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് നടന്നാൽ അത് നമുക്ക് തന്നെ നല്ലത്, നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും പിന്നെ നമ്മളെ കാണുന്നവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവാനൊക്കെയാണ്. അല്ലാതെ നമ്മളെപ്പോഴും ഷോക്കും പിടിച്ച് നമ്മൾ ഒരു എന്താ പറയുക, ഞാനൊന്നും യൂസ് ആകും. പിന്നെ അത്രയും സുന്ദരികളാവണം, എന്താ പറയുക, വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി ആ ഒരു സംഭവം ആവണം. നമ്മൾ അത്രക്കൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനത്തെ ഓരോ പ്രൊഡക്ട്സ് ഒക്കെ ഇട്ടായിട്ടൊക്കെ ഉള്ളതിനൊക്കെ ഒന്ന് എന്താ പറയുക നന്നാക്കി വെച്ച്. സോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ 3 പ്രൊഡക്ട്സ് ആണുള്ളത്. ഒന്ന് ഒരു ഐ പെൻസിൽ, ഞാൻ എടുത്തുക്കുന്നത് ലാക്മിയുടെ ഐക്കോണിക് കാജലാണ്. പിന്നെ രണ്ടാമത്തത് കൺസീലർ ഇല്ലാത്ത ലൈഫില്ല മക്കൾ. ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും നമുക്ക് കൺസീലർ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഐ ഹാവ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ്. പിന്നെ വന്നിട്ട് ലിപ്സ്റ്റിക് പാലറ്റ് പറഞ്ഞാൽ മൊത്തത്തിലൊന്നും വേണ്ട, എനിക്ക് ആകെ ഈ ഒരു കളർ മാത്രം മതി, പിങ്ക് കളറ്. അതിൻ്റെ എന്താ പറയുക, ലിപ്സ്റ്റിക്കാണ് നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചാൽ അതെടുത്താൽ മതി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് കൺസീലർ ഇട്ടെടുക്കാം. ഞാൻ എല്ലാത്തിലും കാണിക്കുന്ന പോലെ നമ്പർ 7ൻ്റെ സൺസ്ക്രീൻ അല്ല, നമ്പർ 7ൻ്റെ ഏതാ പിന്നെ ഒത്തിരി മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെറ്റ് റെഡിയാണ്. ഇവിടെ ആക്കി നമ്മളെ അൺഈവൻ ആയിട്ടുള്ള സ്കിന്നുള്ളിടത്തൊക്കെ നമ്മൾ കുറച്ചാക്കണം കൺസീലർ. ഈ കൺസീലർ പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക, ശരിക്കും എൻ്റെ കളറല്ല, എൻ്റെ ടോണല്ല, എന്നതിൽ കുറച്ച് ഡിമ്മായിട്ടുള്ള, കാരണം നമുക്ക് വെളുത്തിരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈവൺ ആയിട്ട് ഇരുന്നാൽ മതി സ്കിന്ന്. സോ ഗൈസ്
ഇന്ന് ഒരുപാട് വർത്താനം പറയണ്ടില്ല ഞാൻ, എനിക്ക് വട്ടാ ചില സമയത്ത്. സോ കണ്ണിൻ്റെ അടിയിൽ കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട്, ചുണ്ടിൻ്റെ ചുറ്റോറും കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട്, മൂക്കിൻ്റെ അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ ഏരിയ, പിന്നെ പടി. സോ ദാറ്റ്സ് ഇറ്റ്. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. മുകളിലോട്ട് ഒത്തിരി ആക്കരുത് കേട്ടോ, കാരണം അവിടെയൊക്കെ വെള്ളം അടിച്ച് വെച്ചാൽ ഒരുമാതിരി ലുക്ക് കയറും. സോ കുറച്ച് ആക്കിയാൽ മതി മേലോട്ട്, താഴെ നന്നായി ആക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോഴത്തെ നോക്ക് എന്തൊരു ചേഞ്ചാണ്. ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് കവർ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ഒരു മെന, നമ്മളെ രേഷ്മ പറയും പോലെ മെന ആയി. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. സോ ഇനി നമുക്ക് നമ്മുടെ കാജൽ, ഐക്കോണിക് കാജൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പുരികവും നമ്മുടെ ഐലൈനറും ചെയ്തെടുക്കാം. സോ ഗൈസ്, ഞാനിത് ചെയ്യട്ടെ. എനിക്ക് കുറച്ച് പേടിയുണ്ട്, കാരണം ഞാൻ കുറേ ആയിട്ട് ഇത് യൂസ് ആക്കാറില്ല. ഇവിടെ ബ്രൗൺ മാത്രമേ യൂസ് ആക്കാറുള്ളൂ. പക്ഷേ ഇത് നമുക്ക് മിനിമം പ്രൊഡക്ട്സ് ഉള്ളൂ ഗൈസ്. നമ്മളെ ഒരു യാത്രയിലാണ്, നമുക്കുള്ളത് എല്ലാ സാമഗ്രികളും ഇല്ല, ആകത് 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു യാത്ര പോയപ്പോൾ ഈ 3 സംഭവം മാത്രം വെച്ച്, ഈ 3 സംഭവമല്ല, ഈ 2 സംഭവം, ലിപ്സ്റ്റിക്കും ഈ ഒരു കാജൽ മാത്രം വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് കാരണമാണ് എനിക്കൊരു പ്രചോദനമായത്. സോ നമുക്ക് പുരികം ചെയ്തെടുക്കാം. പുരികം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം, മേലെന്ന് ഇങ്ങനെ ആക്കരുത് കേട്ടോ, ഇവിടെ ഇങ്ങനെ ചെയ്യരുത്. ഇവിടുന്ന് ഈ ഒരു എൻഡിൻ്റെ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്താൽ മതി. ഇത്തിരി കളറടിക്കൊന്നും വേണ്ട. അവിടെ അങ്ങനെ കുറച്ച് ലൈറ്റ് സോ ലൈറ്റ്. കാരണം കറുപ്പ് വെച്ച് വരച്ചാൽ കുട്ടികൾ കൺമഷി ഇട്ട് കൊടുത്ത പോലെ ഉണ്ടാവും. സോ നമ്മൾ നോക്കി ചെയ്യണം, ഒത്തിരി ആവരുത്. ഓക്കെ, ഞാനെൻ്റെ കണ്ണാടി തീർത്തിട്ടുണ്ട് ഗൈസ്. കണ്ണാടി വെച്ച് നോക്കി ഇറക്കാം. ഫോണിൽ നോക്കി ഇറക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലോക്കൽ കണ്ണാടിയാണ്, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മേടിച്ചതാണ്. 10 റുപ്യ, 20 റുപ്യ, 20 രൂപൻ്റെ. പക്ഷെ ഇത് നല്ല ഹാൻഡിയാണ്, അപ്പോൾ ഇഷ്ടമാണ്. ഓക്കെ, ഒരിക്കലും ഇങ്ങോട്ട് വരരുതേ. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ കുട്ടികൾക്ക് കൺവിൻസ് ചെയ്തേ പോലെ തന്നെ ഉണ്ടാവും. ഡെഫിനിഷൻ കൊടുക്കുക. ഇപ്പോൾ തന്നെ കുറച്ച് കുട്ടികൾക്ക് കൺവിൻസ് ചെയ്ത് കൊടുത്ത പോലെ ഉണ്ട്. കാര്യം ചെയ്യാം. എനിക്ക് പുരികം നല്ല ലൈറ്റ് കളറാട്ടോ. സോ അത് കാരണം ഞാൻ പുരികം ചെയ്യുന്നത്. ചിലർക്കൊക്കെ നല്ല ഡാർക്ക് പുരികം ഉണ്ടാവും. അങ്ങനത്തെവർക്കൊക്കെ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ വരച്ചു കൊടുത്താൽ മതി. ഐ മീൻ ത്രെഡ് ചെയ്യാത്തവരാണെങ്കിൽ. ഞാൻ ത്രെഡ് ചെയ്യാറില്ല. സോ ഡെഫിനേഷൻ മാത്രമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ 2 അറ്റത്ത് ഇങ്ങനെ ഇതാക്കണ്ട. ഓക്കെ, സോ ഇത്ര ചെയ്താൽ മതി, ഓവറാക്കണ്ട. പിന്നെ ഓവറാക്കി നമ്മളെ ജഗതിയുടെ പോലെ ഉണ്ടാവും, മറ്റേതിൽ ജഗതിയിൽ അതുപോലെ ഉണ്ടാവും. സോ ഇനി നമുക്ക് കണ്ണിൻ്റെ മേലെ ഐ മീൻ ഐലൈനർ ആക്കി ഇത് വരച്ചെടുക്കാം. കാരണം ഒന്ന് ഓർക്കണം, നമ്മുടെ താഗ് ഈ ഒരു 3 പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. സോ ബി കെയർഫുൾ.
ഈ വാല് വരച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ കണ്ണ് ചെറുതായ കാരണം. കണ്ണ് സിമ്പിളാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അരിയായി എന്നാണ് തോന്നുന്നു. ഇനിയാണ് നമ്മുടെ മാജിക് വിത്ത് ലിപ്സ്റ്റിക്. സോ ഇപ്പോൾ പറയണ്ടല്ലോ. സോ ഈ കളർ പിങ്ക് കളർ, കാരണം ഞാൻ പിങ്ക് ആട്ടിക്കണം. ചില സമയത്ത് ഞാൻ അതൊക്കെ മിക്സ് ചെയ്തിടും കേട്ടോ. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം I like pink, you know. I'm a pinky ponky. Father has a donkey. That donkey is me. ലിപ്സ്റ്റിക് ഇട്ടെടുത്തു. ഇനി ആ ബാക്കി വരുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഇവിടെ 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 നല്ല രസമല്ലേ ഗൈസ്? ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? ജോക്കറിനെ പോലെ ഉണ്ടല്ലേ? സോ കുറച്ചിതാ ഇവിടെ ഇവിടെ ഓക്കെ. നമ്മുടെ ഐ ഷാഡോയും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഐ ഷാഡോയും നമ്മുടെ പറയാനും കിട്ടില്ല. നമ്മുടെ ഐ ഷാഡോയും നമ്മുടെ എന്താടാ ഭ്രാന്താണ് എനിക്ക്. നമ്മുടെ ഐ ഷാഡോയും നമ്മുടെ ഐലൈനർ വരച്ചില്ലേ, അതും കൂടെ മിക്സായിട്ട് നല്ലൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. കണ്ട നന്നായിട്ടില്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. കുറച്ചും കൂടെ എടുത്ത് ഇവിടെ പൊട്ടട്ടെ, ചൊപ്പിക്കട്ടെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ഡെഫിനേഷൻ കൊടുക്കാം നമുക്ക് ഐലൈനറിൻ്റെ അവിടെ. അടിയിൽ ഞാൻ എഴുതാറില്ല. I think you guys know that, isn't it? Because I have terrible under eye. Terrible under eye dark circles. So അതിന് കൂട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും അടിയിൽ എഴുതാറില്ല. എങ്കിലും സോദര ചെറുതായിട്ടൊന്ന് നമുക്ക് ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുക്കാം. ചുമ്മാ കണ്ണിനൊരു വലുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ ചേഞ്ചസ് ഒക്കെ കൊടുത്താൽ തന്നെ വലിയ എന്താ പറയുക ഡിഫറൻസ് നമ്മളെ ഫേഷ്യൽ ഫീച്ചേഴ്സിന് കാണും കേട്ടോ. ഇരുട്ടാവി തുടങ്ങി. ഇപ്പോൾ സമയം എത്ര സമയമെന്നറിയോ? ഇപ്പോൾ സമയം എത്ര? 8:25 രാത്രി. 8:25 രാത്രി. ഇപ്പോഴാണ് ഇരുട്ടുന്നത്. ഇതുവരെ പട്ടാപകലായിരുന്നു. ആണ് ഇവിടുത്തെ സമ്മറിൻ്റെ പ്രത്യേകത. സോ നമുക്ക് തട്ടനിടാം. സോ ഇപ്പം ഞാൻ ഒത്തിരി കെട്ടിപ്പൂട്ടാറൊന്നുമില്ല കേട്ടോ. ചുമ്മാ സിമ്പിളാക്കിയിട്ടാണ് ഇടയിൽ. കാരണം ഈ ഇംഗ്ലീഷുകാർ ചോദിച്ചു മടുത്ത്. ഇംഗ്ലീഷുകാർ ഇങ്ങനെ ചോദിക്കും, ഇതെന്തിനാ ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുന്നത് ഹെഡ് ചോദിക്കും. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ഇടയിലുള്ളൂ.
വെറുതെ എന്തിനാ അവരെ കൊണ്ട് ചോദിപ്പിക്കണേ അല്ലേ? അങ്ങനെ സിമ്പിളാക്കി ഇടാം. ഇവിടെ ഒരു കെട്ടെടുക്കും ചില സമയത്ത്. So that's it.